ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് 2 മിനിറ്റിൽ ഒരു അടിപൊളി കിടിലൻ വത്തക്ക വെള്ളമാണ് തയ്യാറാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓളെന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വത്തക്ക വെള്ളം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് വത്തക്ക അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് ചെറിയ പീസാക്കിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ജാർ എടുക്കാം. അതിലോട്ടേക്ക് നമ്മുടെ ഈ വലിയ പീസാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള വത്തക്ക ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കുരു ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമ്മളത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊക്കെ ചേർക്കേണ്ടത് ഒരു പീസ് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതിൽ കൂടിപ്പോകരുത് കേട്ടോ, ഇതിൽ കൂടുതൽ ആകാൻ പാടില്ല. ഈ ഒരു പീസ് മാത്രം മതിയാവും, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വത്തക്കയുടെ ആ ഒരു മധുരവും ചെറുനാരങ്ങയുടെ ചെറിയൊരു പുളിയും ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു വത്തക്ക വെള്ളത്തിന്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 3-3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ വത്തക്ക അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വത്തക്കയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തല്ലോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ജ്യൂസിന് തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ നാരങ്ങയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വത്തക്കയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വത്തക്ക കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുവൊന്നും ഇല്ലാതെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്കസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് കസ്കസ് എടുത്ത് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ചിയാ സീഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അതായത് നമ്മുടെ വത്തക്ക ജ്യൂസിലോട്ടേക്ക് നമ്മുടെ ഈ ഒരു കസ്കസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ വത്തക്ക വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനൊരു സെർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനൊരു സെർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. കുറച്ച് ഡെക്കറേഷന് വേണ്ടി നമുക്കൊരല്പം കസ്കസ് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വത്തക്ക വെള്ളം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.